ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഈദ് മുബാരക്. എനിക്കറിയാം വീഡിയോ കുറച്ച് ലേറ്റായി പോയി. ഈദ് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസമായി. കുറച്ച് ഈദൊക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ടൈം എടുത്തു. അപ്പം ഇന്നൊരു ചെറിയൊരു ഈദ് വ്ലോഗാണ്. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എൻ്റെ ലൈഫിലുള്ള എൻ്റെ വീട്ടിലുള്ള ചെറിയൊരു ക്യൂട്ട് ഈദ് വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളെ ഈദ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി മെഹന്തിയൊക്കെ ഇട്ടിരുന്നു. ഒരു പാതിര ഒരു 1:30-2 മണി ആയിട്ടുണ്ടാവും മെഹന്തി ഇടാൻ. കാരണം നമ്മൾ പണികളൊക്കെ കഴിയാൻ കുറച്ച് ലേറ്റായി. നമ്മൾ പിറ്റേന്ന് ഇതിൻ്റെ ബിരിയാണീൻ്റെ മസാല ഒക്കെ ഓൾമോസ്റ്റ് റെഡിയാക്കി വെച്ച് അങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ റൂമിലേക്ക് വരുന്നത്. റൂമിൽ വന്നിട്ടാണ് മെഹന്തി ഇടുന്നത്. ചെറിയൊരു സിമ്പിൾ ഡിസൈൻ. കുറേ കാലത്തിന് ശേഷമാണ് ആ മെഹന്തി ഇടുന്നത് എൻ്റെ കയ്യിൽ. അപ്പോൾ അതിൻ്റെതായ കുറേ തെറ്റുകളുണ്ടായിന്. കുറേ ഫ്ലോപ്പായിട്ടുണ്ടായിന്. ചെറിയ രീതിയിൽ സിമ്പിളായിട്ടൊരു പൂതിക്ക് അങ്ങനെ ഇട്ടതാണ്. ഇടുമെന്ന് വിചാരിച്ചിട്ടില്ലേനു. പക്ഷേങ്കിൽ മാഷാ അല്ലാ ക്യൂട്ടായിട്ട് ഇടാൻ പറ്റി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻസിൽ അറിയിക്കണം. പിന്നെ ഉള്ളിലും ഞാൻ കുറച്ച് ചെറുതായിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ളൂ. ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് രാത്രി 2:30 മണി എങ്ങാനായി. പിന്നെ ഉറങ്ങാൻ ലേറ്റായി. പിന്നെ പിറ്റേന്ന് ഈദല്ലേ, രാവിലെ തന്നെ എണീക്കണമല്ലോ. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ഉള്ള ഇതായത് അത്യാവശ്യം ചോന്നിന് എപ്പോഴും ചോക്കുന്ന പോലെ ചോന്നിക്കില്ല കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞതായി വന്നപ്പം പള്ളിയിൽ നിന്ന് തക്ബീർ കൊല്ലുന്നതാണ് ഇപ്പോൾ കേട്ടത്. പിന്നെ എന്താ നമ്മൾ മസാല ഒക്കെ റെഡിയാണ്. നമുക്ക് മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ പെരുന്നാൾക്ക് എപ്പോഴും മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളെ ബിരിയാണീൻ്റെ മസാല ഒക്കെ റെഡിയായി. ഇനി കുറച്ച് കഴിഞ്ഞാൽ ചോറാക്കണം. ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി ഫുള്ള് ഉമ്മയാണ്. പെരുന്നാളുടെ ബിരിയാണി ഉമ്മാൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിൽ ഞാൻ കൈ കടത്തൂല. എൻ്റെ ഡ്യൂട്ടി ഡെസേർട്ടിൽ മാത്രമാണ് പെരുന്നാൾക്ക്. അപ്പം ഞാൻ രാത്രി ഒരു കാരമൽ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിന്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കുനാഫയാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കും. അപ്പോൾ ഇത് ഉപ്പയും അനിയനെല്ലാം പള്ളിയിലേക്ക് പോയി പെരുന്നാൾ നിസ്കാരത്തിന്. ഞാനും ഉമ്മാമയും ഉമ്മയും വീട്ടിൽ നിന്നാണ് നിസ്കരിച്ചത്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഞാൻ നേരെ റെഡിയാകാൻ വന്ന്. ഇതാണ് എൻ്റെ ഇന്നത്തെ പെരുന്നാളിൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഒന്നും നടന്നിക്കില്ല. കാരണം ലേറ്റായിപ്പോയി. റെഡിയായി കഴിഞ്ഞിട്ട് വേണം താഴത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ കുറച്ചും കൂടി വൃത്തിക്ക് കാണിച്ചു തരാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. പൂരിയും മട്ടൻ സ്റ്റൂ ആണ്. നമ്മളെ വീട്ടിലെ ട്രഡീഷനാട്ടോ. എല്ലാ പെരുന്നാൾക്കും രാവിലെ പൂരിയും മട്ടൻ സ്റ്റൂ അതാണ് നമ്മളെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഈദ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനും ബ്രദറും ബീച്ചിലേക്ക് പോയി. മോനെ ബീച്ചിൽ പോയി നോക്കുമ്പോൾ എന്ത് വെയിൽ എന്നാണ് പറയണ്ടേ. രാവിലെ 10:30 മണി എങ്ങാനാണ്. പക്ഷെ 10:30 മണിക്ക് ഉച്ചയ്ക്ക് 2:30 മണിൻ്റെ വെയിലുണ്ടായിന്. അത്രയ്ക്ക് വെയിലായിരുന്നു. പക്ഷെ നമ്മൾ തളരരുതല്ലോ. ഫോട്ടോ ആൻഡ് വീഡിയോ മുഖ്യം ബിഗിലേ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഒരു റീലാക്കിയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തതിന്. കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ഇൻസ്റ്റ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ അനിയൻ്റെതും കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു കൊടുത്ത് ലാസ്റ്റ് ചത്തിനി. ഫോട്ടോസെല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഫുൾ ചത്ത്. അങ്ങനെ നമ്മൾ
ബീച്ചിൽ നിന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്ന് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിത് നമ്മളെ കുനാഫ പ്രിപ്പയർ ചെയ്യാണ്. ഞാനങ്ങനെ റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, കാരണം പെരുന്നാളാണല്ലോ, അറിയാലോ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി വീഡിയോ എടുക്കാനൊന്നുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ വേഗം തന്നെ അത് പാനിലാക്കി. ക്രീമൊക്കെ ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇതിൻ്റെ എന്താണ്, രാവിലെ എണീച്ചപ്പോൾ ഫസ്റ്റ് ക്രീം ഉള്ളിൽ ഞാൻ നോർമൽ ഒരു ക്രീം കുനാഫി ഉണ്ടാക്കുന്നത്, ജസ്റ്റ് കുറച്ച് മോസറല്ലയും കൂടി ഇടുന്നുണ്ട്. അപ്പം അത് ഞാൻ വേഗം തന്നെ അങ്ങ് ആക്കി. ഫുള്ളായിട്ടൊരു റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ പറയാം, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം ഇൻഷാ അല്ലാ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിരുന്നു. നമ്മളെ ഈദിൻ്റെ ലഞ്ച് എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഉപ്പ വർക്കിന് പോകുന്നതായതുകൊണ്ടും അനിയന് പഠിക്കാൻ പോകുന്നതായതുകൊണ്ടും നമ്മളെ ലഞ്ചിന് ഒരിക്കലും എല്ലാവരും ഒരുമിച്ചുണ്ടാവില്ല. അപ്പം ഈദിനാണ് എല്ലാവരും ലഞ്ചിന് ഒരുമിച്ചുണ്ടാവുക. അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ടൈമാണ് നമ്മൾ ഫാമിലീൻ്റെ കൂടെ. അപ്പം ഇന്ന് അത്രേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഇതിനങ്ങനെ എവിടെയും പുറത്തൊന്നും പോകാറില്ല, വീട്ടിൽ തന്നെ. കാരണം ഈവനിങ് ആകുമ്പം എല്ലാവരും റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വരും. പക്ഷെ ഞാനതൊന്നും വ്ളോഗ് ചെയ്യാൻ നിന്നിട്ടില്ല, കാരണം സ്റ്റാർട്ടിങ് അല്ലേ, എല്ലാവരും വ്ളോഗിൽ കംഫർട്ടബിൾ ആവണം എന്നില്ലല്ലോ. പിന്നെ പെരുന്നാളിൻ്റെ പിറ്റേന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോയി. ജസ്റ്റ് ഈവനിങ് നമ്മൾ കണ്ണൂർ പോയി ഫുഡ് കഴിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് വന്ന്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിച്ചൊക്കെ പോവായിരുന്നു. നമ്മൾ ചെറുതുമുതലേ ഉള്ള ഫ്രണ്ട്സാട്ടോ. 2002 തൊട്ട്, അതായത് സ്കൂൾ സ്റ്റാർട്ടിങ് തൊട്ട് ഒരുമിച്ചുള്ള ഫ്രണ്ട്സാണ്. വേറെയും കുറേ ആൾക്കാരുണ്ട്, നമ്മൾ 3 ആളെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 2-3 ആൾക്കാരെ വിളിക്കാത്തതിൻ്റെതാണ് ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായത്. ഇൻഷാ അല്ലാ നെക്സ്റ്റ് ടൈം എല്ലാവരും ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ലൊരു മീറ്റപ്പ് നടത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഈ ഒരു ചെറിയ ഈദ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പം ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.